അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിനും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസനം മാതാവേ, കരുണാകരമായ കരം ഞങ്ങളുടെ മേൽ നീട്ടുവാൻ ഈ സമയത്ത് ഞങ്ങൾ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ തിന്മകളും വിശ്വാസത്തിൻ്റെ ചിറകുകളിൽ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. പ്രതീക്ഷയുടെയും നവീകരണത്തിൻ്റെയും വ്യക്തത ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ എല്ലാ കോണുകളിലും തുളച്ചു കയറുവാൻ അനുവദിക്കുന്ന, ഞങ്ങളുടെ പാതയെ മറയ്ക്കുന്ന എല്ലാ നിഴലുകളും ഇല്ലാതാക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ വെല്ലുവിളിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ നിന്ന് നീക്കം ചെയ്യുവാൻ അമ്മയുടെ സ്വർഗീയ സ്വാധീനത്താൽ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരീക്ഷണങ്ങളെ ധൈര്യത്തോടെയും ദൃഢതയോടെയും നേരിടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന, ഞങ്ങളുടെ യാത്രയിൽ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ ആവശ്യമായ ആന്തരിക ശക്തി ഞങ്ങൾക്ക് നൽകണമേ. സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ നന്ദിപൂർവം അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരുണ്യത്തിൻ്റെയും പുണ്യത്തിൻ്റെയും മാതൃകയുടെയും ഉത്തമ ഉറവിടമായ പരിശുദ്ധ മാതാവേ, നിസ്വാർത്ഥ സ്നേഹവും ആത്മാർത്ഥമായ ദാനധർമ്മവും ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ മാതാവേ, അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ദൈവകൃപ ഞങ്ങളെ നന്മയിലേക്ക് നയിക്കുകയും ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൃപാസന പ്രസാദവരമാതാവേ, അങ്ങേ സാന്നിധ്യത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ അമ്മയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ എൻ്റെ വീടിനെ, എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തണമേ. രോഗികളായി ഞങ്ങളുടെ ഭവനങ്ങളിലും സമൂഹങ്ങളിലുമുള്ള എല്ലാവരുടെയും സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും സാമ്പത്തികമായി ഐശ്വര്യം നൽകണമേ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ അഭിവൃദ്ധി നൽകണമേ.
ഞങ്ങൾക്ക് ജീവിത വിജയത്തിന് ആവശ്യമായ വാതിലുകൾ തുറന്നു തരയണമേ. കൃപാസന പ്രസാദവരമാതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അമ്മയുടെ സ്നേഹവലയത്തിൽ, അമ്മയുടെ മാർഗസംരക്ഷണത്തിൽ ചേർത്ത് പിടിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും തിന്മയുടെ ശക്തികളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും, ലോകാരൂപിയിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ കരവലയത്തിനുള്ളിൽ ചേർത്ത് പിടിക്കണമേ. കൃപാസന പ്രസാദവരമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ സ്വർഗീയ മാർഗനിർദ്ദേശനത്താൽ ഞങ്ങൾക്കാവശ്യമായ കൃപകൾ നൽകണമേ. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ. ദൈവഹിതത്തിന് അനുസൃതമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ മാതാവേ, കഷ്ടകാലങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവരുടെ മേലും അമ്മയുടെ കാരുണ്യം നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആശ്വാസം തരയണമേ. ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ അസുഖമുള്ള എല്ലാവരെയും എൻ്റെ ഈ പ്രാർത്ഥനയോടൊപ്പം രോഗശാന്തിക്കായി സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, അങ്ങേ ദൈവിക സ്വാധീനം രോഗത്തെ അഭിമുഖീകരിക്കുന്നവർക്ക് ആരോഗ്യവും സന്തുലിതാവസ്ഥയും പുനഃസ്ഥാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയതിനാൽ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൽ അമ്മയുടെ സ്വാധീനത്താൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും വാങ്ങിത്തരയണമേ. ഞങ്ങളുടെ ശക്തിയെ പുതുക്കിയും ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ. വിശുദ്ധിയോടും ഭക്തിയോടും കൂടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ അടുക്കൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൈതൃകം ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രബുദ്ധമാക്കുകയും പുണ്യവും സമൃദ്ധിയും ഐക്യവും നിറഞ്ഞ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. അമ്മയുടെ ജീവിത മാതൃക ഞങ്ങളെ ആത്മാർത്ഥമായി ദൈവത്തിങ്കലേക്ക് എത്തിക്കട്ടെ. ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കുവാനും പുണ്യവും അനുകമ്പയും അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുന്നതിനും ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും വീടുകളിലും ബന്ധങ്ങളിലും എല്ലാം താഴ്മയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും വാഴട്ടെ. പരസ്പര സ്നേഹവും ധാരണയും ബഹുമാനവും കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിലും പരസ്പര പ്രതിബദ്ധതയിലും അധിഷ്ഠിതമായ ബന്ധങ്ങൾക്ക് എത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഞങ്ങൾക്കായി സഹായഹസ്തം നീട്ടണമേ. ദുരിതബാധിതരുടെ ആശ്വാസമായ അമ്മേ, സാമ്പത്തിക പ്രതിബന്ധങ്ങളിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും മാന്യമായ ജീവിതത്തിന് ആവശ്യമായ ഭൗതിക സ്ഥിരത കൈവരിക്കുവാനുമുള്ള അവസരം ഞങ്ങൾക്ക് നൽകണമേ. തൊഴിലും ജീവനോപാധിയും സുരക്ഷിതത്വവും തേടുന്നവർക്കായി
അമ്മയുടെ പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും കരങ്ങൾ നീട്ടണമേ. പരിശുദ്ധ മാതാവേ, യുവതീ യുവാക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ലക്ഷ്യവും ദിശയും കണ്ടെത്തുവാനും ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു, അവരെ സമർപ്പിക്കുന്നു. അവരുടെ കഴിവുകളും സ്ഥാനങ്ങളും തിരിച്ചറിയുവാൻ അവരെ സഹായിക്കണമേ. അതുവഴി അവർക്ക് ലോകത്തിന് ക്രിയാത്മകമായ സംഭാവന നൽകുവാനും അവരുടെ സ്വപ്നങ്ങൾ വിജയകരമായി സാക്ഷാത്കരിക്കുവാനും ഇടയാകട്ടെ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങൾക്കായി, ഞങ്ങളുടെ മക്കൾക്കായി, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കായി ഈ പ്രാർത്ഥന കൂടുന്ന ഓരോരുത്തർക്കും അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ.